ഹലോ നമസ്കാരം. ചിത്ര ബിൽഡേഴ്സ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ലിങ്ക് ബിൽഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ റീടാക്സ് അസസ്മെൻ്റ് കാര്യത്തിലാണ് ലിങ്ക് ബിൽഡിംഗ് വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് പോയിട്ട് റീടാക്സ് അസസ്മെൻറ്റിന് കാസ്മാർട്ട് വഴി ആപ്ലിക്കേഷൻ കൊടുത്താൽ അത് ഒരിക്കലും സബ്മിറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ലിങ്ക് മൈ ബിൽഡിങ്ങിൽ പോകണം. അപ്പോൾ ഇത് സിറ്റിസൺ ലോഗിൻ മാത്രമായിരിക്കും, ഓർഗനൈസേഷൻ ലോഗിൻ കിട്ടില്ല. അപ്പോൾ സിറ്റിസൺ ലോഗിൽ പോവാം. ലോഗിൻ ചെയ്താൽ മൈ ആപ്ലിക്കേഷൻസ്, അതിൽ ന്യൂ ആപ്ലിക്കേഷൻസിൽ പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പ്രോപ്പർട്ടി ടാക്സ് വരും. ആ പ്രോപ്പർട്ടി ടാക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും, അസസ്മെൻറ്റ് സർവീസ് എന്നുണ്ട്. അപ്പോൾ ആ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് അസസ്മെൻറ്റ്, നമ്മൾ അത് കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, റീടാക്സ് അസസ്മെൻറ്റ് ക്ലാസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ലിങ്ക് മൈ ബിൽഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ അതിലൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ലിങ്ക് മൈ ബിൽഡിംഗ് പ്രസ് ചെയ്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. ഇവിടെ ലിങ്ക് ബിൽഡിംഗ് എന്നുണ്ടാവും, ബിൽഡിംഗ് ഡീറ്റെയിൽസ്. അതിൽ ബിൽഡിംഗ് ഡീറ്റെയിൽസിൽ ഒന്ന് സെർച്ച് സ്മാർട്ട് ഉണ്ട്. അതിൽ മൊബൈൽ നമ്പർ അടിക്കാം, അല്ലെങ്കിൽ ആധാർ നമ്പർ അടിക്കാം, അല്ലെങ്കിൽ ബിൽഡിംഗ് ID അടിച്ചു കഴിഞ്ഞാൽ, അതായത് ഓൾറെഡി ബിൽഡിംഗ് ഉണ്ടായിരിക്കണം അതിൽ. അതാണ് നമ്മൾ ബിൽഡിംഗ് ലിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ബിൽഡിംഗ് ID കൊടുക്കാം, ബിൽഡിംഗ് നമ്പറോ അതുമായി ബന്ധപ്പെട്ട നമ്പറോ കൊടുക്കാം, ആധാർ നമ്പർ കൊടുക്കാം, മൊബൈൽ നമ്പറോ. ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തതിന് ശേഷം ഇവിടെ സെർച്ച് എന്ന ബട്ടൺ തെളിഞ്ഞു വരും. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓണർ പ്രൊഫൈൽ ഡീറ്റെയിൽസിലേക്ക് പോകും. അതാണ് സ്മാർട്ട് സെർച്ച് എന്ന് പറയുന്നത്. അഡ്വാൻസ് സെർച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കൊടുക്കേണ്ടി വരും. മറ്റേത് സ്മാർട്ട് ആയതുകൊണ്ട് മൊബൈൽ നമ്പറോ ആധാർ നമ്പറോ അടിച്ചു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. അതിന് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തേക്ക് പോകും. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം അത് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ബെറ്റർ ഇതായിരിക്കാം എന്നാണ്. ആധാർ നമ്പറോ അല്ലെങ്കിൽ ആധാർ നമ്പർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറോ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം സാധിക്കും. അല്ലെങ്കിൽ അഡ്വാൻസ് സെർച്ചിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതാണോ സ്ഥലം, ഇപ്പോൾ പാലക്കാടാണ് എൻ്റെ സ്ഥലം, ലോക്കൽ ബോഡി മുനിസിപ്പാലിറ്റി ആണ്, നിങ്ങളത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനോ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് കൊടുക്കുക, സെലക്ട് ചെയ്യാം. അങ്ങോട്ട് മാറിപ്പോരുത്. ലോക്കൽ ബോഡി ഞാൻ ഷൊർണൂരാണ്, അപ്പോൾ ഞാൻ ഷൊർണൂർ എടുത്ത് നിങ്ങളവിടെ. അപ്പോൾ എൻ്റെ ഇങ്ങനെ വരുന്നുണ്ടോ വാർഡ് ഇയർ. അപ്പോൾ ഇതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 1995 ഓൾഡ് ആണ് വാർഡ് ഇയർ വരുന്നത്. നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് വന്നിരിക്കുന്നത് 2013 ലേറ്റസ്റ്റിൽ വാർഡ് ഇയർ ആണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക് വന്നു. അപ്പോൾ വാർഡ് ഡീറ്റെയിൽസ് എന്ന് ചോദിക്കുന്നത്, എൻ്റെ വാർഡ് 7 പറക്കുട്ടിക്കാവ്. അപ്പോൾ ഞാൻ അവിടെ 7 കൊടുത്തു. എൻ്റെ ഡോർ നമ്പർ വന്നിട്ട് 280 ആണ് ഡോർ നമ്പർ. സബ് നമ്പർ ഇല്ല. നമ്മളതിന് സെർച്ച് കൊടുത്തു. അപ്പോൾ സെർച്ച് കൊടുത്തപ്പോൾ ഡോർ നമ്പർ സബ് നമ്പർ 28, അതായത് 280 തൊട്ട് ബാക്കി ഇവിടെ ഉണ്ട്. 280-1, 280-2, അതുപോലെ 280-3. അപ്പോൾ ഇതിലൊന്നും എൻ്റെ പേരില്ല. ആദ്യത്തേത് രാജമാണിക്യൻ, രണ്ടാമത് സുബിൻ, മൂന്നാമത്തേത് സുബിനാണ്, നാലാമത്തത് ഡോർ നമ്പർ സബ് 284 എൻ്റെ ഡോർ നമ്പർ. പറക്കുട്ടിക്കാവ് വാർഡ് 7, സുജിത്ത്. 1247 രൂപയാണ് ഞാൻ അടച്ചിട്ടുള്ളത്. അതിൽ പ്ലിൻ്റ് ഏരിയ 83.81. അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അതിവിടെ കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഈ കാണുന്ന ഐ ബട്ടൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നമ്മളതിൽ വന്നിട്ട് സുജിത്ത് ഓതറൈസ്ഡ്, കാറ്റഗറി ഓതറൈസ്ഡ്, ബിൽഡിംഗ് ID. അപ്പോൾ നമ്മളൊരു കേസിൽ ബിൽഡിംഗ് ഐഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിൽഡിംഗ് ID പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യണം, ബിൽഡിംഗ് ID. ഓക്കെ, അപ്പോൾ അതൊന്ന് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ടോട്ടൽ പ്ലിൻ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട്, വാർഡ് നമ്പർ, ഡോർ നമ്പർ കൊടുത്തിട്ടുണ്ട് 284. ആനുവൽ ടാക്സ് 1247 നമ്മൾ വന്നിരിക്കുന്നത്. അത് നമ്മളൊന്ന് പ്രൊസീഡ് അടിച്ചു കൊടുക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് ഐ ബട്ടൺ ഉണ്ട്. ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് അത് ഫോർവേഡിലേക്ക് പോകുള്ളൂ, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകില്ല. ലിങ്ക് ഓണർ സുജിത്ത് കെ, നമ്മളെ പിൻകോഡാണ് 679122. ഓക്കെ, നമ്മളത് ലിങ്ക് ഓണറിലേക്ക് പോയി. അപ്പോൾ അതിന് മുന്നേ ശ്രദ്ധിക്കാനുള്ളത് ബിൽഡിംഗ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയാൽ മാത്രമാണ് ഓണർ പ്രൊഫൈൽ ഡീറ്റെയിൽസിലേക്ക് പോകുള്ളൂ. അപ്പോൾ നമ്മൾ ഡോർ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ഐ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഓണർ പ്രൊഫൈൽ ഡീറ്റെയിൽസിലേക്ക് പോവുക. ഓക്കെ,
അപ്പോൾ നമ്മൾ ലിങ്ക് ഓണറിലേക്ക് കൊടുത്തിട്ട് പ്ലീസ് എൻ്റർ ദി മൊബൈൽ നമ്പർ ഓഫ് ദി ബിൽഡിംഗ് ഓണർ രജിസ്റ്റേർഡ് വിത്ത് ദി ക്യാഷ് സ്മാർട്ട് ഇഫ് എനി. ഏതെങ്കിലും ഒരു മൊബൈൽ നമ്പർ കൊടുക്കാനാണ് പറഞ്ഞത്. ഇവിടെ ഒരു മൊബൈൽ നമ്പർ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു മൊബൈൽ നമ്പർ ഞാൻ കൊടുക്കണം, 9880986056. ഓക്കെ, ഫാച്ച് ഡാറ്റ എന്ന് പറയുന്നുണ്ട്, ഒന്ന് അഴിച്ചു നോക്കാം. അപ്പോൾ KYC ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 45,747,536 ആധാർ നമ്പറാണോ ഒരു സംശയമുണ്ട്. അതുപോലെ മെയിൽ ID ഇവിടെ മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു KYC വെരിഫൈഡ് വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അതൊന്ന് അപ്ഡേഷൻ കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സുജിത്ത് കെ, പിൻകോഡ്, ആധാർ നമ്പർ. അപ്പോൾ നമ്മൾ അവിടെ കണ്ടിരിക്കുന്നത് ആധാർ നമ്പറാണ്, 0536 ലാസ്റ്റ്, നെയിം, അതുപോലെ മെയിൽ ID. അത് ലിങ്ക് ഓണർ ആയിട്ടുണ്ട്. അപ്പോൾ അപ്ഡേഷൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേഷൻ കൊടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്തിട്ട് രണ്ടാമതും കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് പ്രൊസീജിയറിലേക്ക് പോവാം. ഓക്കെ, പിന്നെന്താ പറയുന്നത്, one and the same certificate, no need to upload if the owner's name and the name in the documents are the same ആണെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഇപ്പോൾ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ ഡോക്യുമെന്റ് നമ്പർ കൊടുക്കണം, ഡോക്യുമെന്റ് ഡേറ്റ് കൊടുക്കണം, അതിൻ്റെ അറ്റാച്ച്മെന്റ് ഡീറ്റെയിൽസും കൊടുക്കണം. അപ്പോൾ നമ്മളിത് നേരെ പ്രൊസീഡ് അടിച്ച് കഴിഞ്ഞാൽ പ്രിവ്യൂവിലേക്ക് പോകും. പ്രിവ്യൂവിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണുന്നതായിരിക്കും. KYC ആധാർ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പ്രൊസീഡ് കൊടുക്കാം. പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ ആണ് ചോദിക്കുക. അപ്പോൾ സമ്മതം ചോദിച്ചിട്ടുള്ള ഒരു ഇതാണ്. അപ്പം ഞാൻ ഓക്കെ സമ്മതം അടിച്ചു. അടുത്തത് സുജിത്ത് കെ എന്ന് പറഞ്ഞിട്ട് അതിന് OTP പോവും. OTP അടിച്ചു. അപ്പോൾ OTP ഇവിടെ കൊടുക്കാം. OTP വന്നിട്ട് 862892 862892. അപ്പോൾ സബ്മിറ്റ് ചെയ്തു. OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സബ്മിഷൻ കൊടുക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് മുനിസിപ്പാലിറ്റി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ സബ്മിഷൻ കൊടുക്കുന്നില്ല. ഞാൻ ഓൾറെഡി ടാക്സ് അടച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് സബ്മിഷൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് മുനിസിപ്പാലിറ്റിക്ക് പോകും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.